MBC എന്ന മലയാളം വായനാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. എന്നാൽ ജ്ഞാനപ്പാനയുടെ ബാക്കി ഭാഗം വായിക്കാം. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമതെന്നെ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം, കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. അർത്ഥം: നീർപ്പോള, വെള്ളത്തിലെ പോള. ഓർത്തറിയാതെ, മനസ്സിലാക്കാതെ. ദേഹത്തിൽ, ശരീരത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ, ശ്വാസം മാത്രമേ ഉണ്ടാകൂ എന്ന്. കീർത്തിച്ചിടുന്നതില്ല, സ്തുതിക്കുന്നില്ല. വ്യാഖ്യാനം: ഒരു വ്യക്തി ഇത്രകാലം ജീവിച്ചിരിക്കുമെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. നീർപ്പോള പോലെ, അതായത് വെള്ളത്തിലെ കുമിള പോലെ ക്ഷണികമായ ഈ ശരീരത്തിൽ ഒരു ശ്വാസോച്ഛ്വാസം മാത്രമേ ജീവൻ്റെ ലക്ഷണമായിട്ടുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതം നയിക്കാനായി ബുദ്ധിമുട്ടുന്നവർക്ക് ചില സന്ദർഭങ്ങളിൽ ഇത് പെട്ടെന്ന് നിന്നുപോയി എന്നും വരും. പ്രതീക്ഷിക്കാതെ മരണം സംഭവിച്ചു എന്ന് വരാം. ആയതുകൊണ്ട് ജീവനുള്ള സമയം ഭഗവാന്റെ നാമങ്ങൾ, അതായത് ഹരിനാമം ചൊല്ലുവാൻ ആരും ശ്രമിക്കുന്നില്ല. സാരാംശം: ഈ ഭൂമിയിൽ നാം എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ വളരെക്കാലം ജീവിച്ചിരിക്കുമെന്നൊരു ധാരണ നമുക്കുണ്ടാകുന്നു. അതേസമയം ഒരു മനുഷ്യായുസ്സ് എന്നത് പരമാവധി എത്രയായിരിക്കുമെന്ന് നമുക്കറിയാം. അതും കടന്ന് ആരും തന്നെ ഈ ഭൂമിയിൽ കഴിയാനും പോകുന്നില്ല. ഉള്ളിൽ ശ്വാസമുള്ളതുവരേക്കുമാണ് മനുഷ്യൻ്റെ പരാക്രമങ്ങളെല്ലാം തന്നെ പ്രകടമാകുന്നത്. ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഈ ഊറ്റത്തിന് ഭംഗം വരുന്നു. എന്നിരുന്നാലും മനുഷ്യന് ഭൗതിക തൃഷ്ണതകളിലാണ് എപ്പോഴും താല്പര്യം. ഇത് മനുഷ്യനുള്ള മൃഗത്തിൻ്റെ വിജയമാണ്. സത്യസ്വരൂപത്തെ, ഈശ്വരനെ അറിയാനോ സ്തുതിക്കാനോ കഴിയാത്തത് എത്ര നിർഭാഗ്യകരമാണ്. ഈ നിമിഷം ജീവിതം നല്ലതാവാം, എന്നാലും സത്യമെന്തെന്നറിയാൻ ആരും ശ്രമിക്കുന്നില്ല. സത്യത്തെ ആദരിക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കഷ്ടാൽ കഷ്ടതരം തന്നെ. ജീവിതം ക്ഷണികമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഏതു നിമിഷത്തിൽ വേണമെങ്കിലും മരിച്ചു പോകുമെന്നും നമുക്കറിയാം. എന്നിരുന്നാലും ഈ അല്പകാലത്തിനുള്ളിൽ നല്ലതായ ഭഗവത് കീർത്തനങ്ങളും മറ്റ് സത്കർമ്മങ്ങളും ചെയ്യാൻ മനുഷ്യൻ മടി കാണിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? തികഞ്ഞ അറിവില്ലായ്മ തന്നെ കാരണം. അല്ലെങ്കിൽ ഈ ലോകം നമുക്ക് ശാശ്വതമാണെന്നും എന്തെല്ലാമോ നേടാനുണ്ടെന്നുമുള്ള മിഥ്യാധാരണ മനുഷ്യനിൽ ആഴത്തിൽ വേരുറച്ചിരിക്കുന്നു. ഇത് തലമുറകളായി തുടരുന്ന ഒരു സ്വഭാവം പോലെ നിലനിൽക്കുന്നു. ഈ അവസ്ഥ മഹാകഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ അസാംഗത്യം ഇല്ലല്ലോ. മനുഷ്യ മനസ്സ് നാനാവിധങ്ങളിലുള്ള ചാപല്യങ്ങൾക്ക് വശംവദരായതിനാൽ തെറ്റുകളിലേക്ക് നീങ്ങാനുള്ള വാഞ്ച എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്നും മനസ്സിനെ ദൃഢപ്പെടുത്തുന്നത് ഈശ്വര ചിന്തകളാണ്. നാം ഈശ്വര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു മനസുഖം നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ. പഞ്ചേന്ദ്രിയങ്ങളുടെ താൽക്കാലികമായെങ്കിലുമുള്ള നിയന്ത്രണാവസ്ഥയാണ് അതിനുള്ള കാരണം. ഒരു ക്ഷേത്രത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈശ്വരനോടുള്ള എന്നർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ആ അന്തരീക്ഷം തന്നെ ഈശ്വര സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്നു. ഇതാണ് ഈശ്വര സമ്പർക്കത്തിൻ്റെ മഹത്വം. ശ്രദ്ധയാണ് ശക്തി. ഏതു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വെച്ചാലും ആ കാര്യം നന്നായി ചെയ്യാനാവും. ഇത് ശാസ്ത്രീയമായി തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന വസ്തുതയാണ്. എന്നാൽ ഈശ്വരനിലുള്ള ശ്രദ്ധയെന്നത് മറ്റെല്ലാ ശ്രദ്ധകൾക്കും മേലെയുള്ള ഉന്നത ഗുണം നൽകാൻ പര്യാപ്തമാണ്. അതിനുള്ള കാരണം എന്തെന്നാൽ മറ്റേത് ശ്രദ്ധയിലും ഏതെങ്കിലും വിധത്തിലുള്ള ലൗകിക താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. എന്നാൽ ഈശ്വര ധ്യാനത്തിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി, അതായത് ഭൗതിക താല്പര്യങ്ങൾക്കായി ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് കൊണ്ട് ഒരു ഫലവുമില്ലെന്ന് അറിയണം. ഈശ്വര പ്രാർത്ഥന എന്നാൽ അത് ഈശ്വര സവിധം, സാമീപ്യം, മാനവിക മുക്തി മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതിലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അത് ലൗകികപരമല്ലെന്നതിനാൽ ഈശ്വര സമക്ഷത്തിൽ സ്വീകാര്യമായി തീരുന്നു.
ലോക ജീവിതത്തിൽ നമുക്ക് സുഖമായി തോന്നുന്നതൊന്നും തന്നെ സുഖമല്ലെന്നത് എളുപ്പത്തിൽ തിരിച്ചറിയാനാവും. എത്ര വലിയ സുഖമായി നാം കാണുന്നതും കുറേ അനുഭവിച്ചു കഴിയുമ്പോൾ മുമ്പ് തോന്നിയിരുന്ന സുഖം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നു. അതിനുള്ള കാരണമെന്നത് യഥാർത്ഥത്തിൽ സുഖമല്ലായിരുന്നു എന്നത് തന്നെയാണ്. സത്യമായ സുഖം ഈശ്വര സുഖമാണ്. അതായത് പ്രാർത്ഥനയിലൂടെയും മറ്റനേകം മാർഗങ്ങളിലൂടെയും ഈശ്വരനിലേക്കെത്തൽ. അതിനാൽ ശാശ്വതമായ ആ സുഖത്തിനായി യത്നിക്കുക. ശരീരം മാത്രം അനുഭവിച്ച സുഖം ശരീരനാശത്തോടെ ഇല്ലാതാവുന്നു. ശരീരമുള്ളിടത്തോളമേ ഇന്ദ്രിയങ്ങളുമുള്ളൂ. അതിനാൽ ഇന്ദ്രിയ സുഖങ്ങളും ശരീരത്തോടൊത്ത് ഒടുങ്ങിപ്പോകുന്നു. ശരീരനാശത്തിനു ശേഷം നിലനിൽക്കുന്നത് ആത്മീയ സുഖം മാത്രം. ഇതറിഞ്ഞ് പ്രവർത്തിക്കാൻ ഉത്സാഹിക്കുക. ഇത് മനസ്സിൻ്റെ ഒരു രോഗമാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ഇനി കൃത്യമായി 5 വർഷം ജീവിച്ചിരിക്കും എന്നുറപ്പുണ്ടെങ്കിൽ പോലും അതിനിടയിൽ ഭൗതികമായും എന്തൊക്കെ ചെയ്യാം, മോഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കാം എന്ന ചിന്തയാണ് ഉണ്ടാവുക. അല്ലാതെ അപ്പോഴും ഈശ്വരനെ പറ്റിയുള്ള വിചാരമോ സത്കർമ്മ ചിന്തയോ ഉണ്ടാകുന്നില്ല. സ്വാർത്ഥത മാത്രമാണ് ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതവ്രതം. അതിനാൽ അങ്ങനെയുള്ള അല്പാത്മാക്കൾക്ക് സ്വപ്നത്തിൽ പോലും മുക്തി ലഭിക്കുകയില്ല എന്നത് വ്യക്തം. ഭൂമിയിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതിന് ശേഷം മരിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ആഗ്രഹങ്ങൾ എല്ലാം അവസാനിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറും ആത്മവഞ്ചന മാത്രമായിരിക്കും. ആയുസ്സൊടുങ്ങുന്നതുവരെ ഏതാഗ്രഹങ്ങൾ സാധിച്ചാലും പുതിയ പുതിയ ആഗ്രഹങ്ങൾ ജനിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഒടുങ്ങാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങൾക്ക് പിന്നാലെ അലയാതെ ഈശ്വര സേവ ആചരിക്കാനാണ് വിവേകിയായ മനുഷ്യൻ മനസ്സ് വയ്ക്കേണ്ടതെന്ന് കവി പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. ഈശ്വരനാമജപം എന്നത് പലപ്പോഴും വെറും കണ്ഠക്ഷോഭമായി മാറാറുണ്ട്. മനസ്സിൽ ഈശ്വരചിന്ത ലവലേശവും ഇല്ലാതെ തന്നെ പലരും നാമം ഉരുക്കഴിക്കാറുണ്ട്. അപ്പോഴും എത്ര കെട്ടിടത്തിൻ്റെ വാടക കിട്ടാനുണ്ട്, ഇത്തവണ ശമ്പളത്തിലോ പെൻഷനിലോ എന്തെങ്കിലും കൂടുതൽ കിട്ടുമോ എന്നിങ്ങനെയുള്ള ചിന്തകളായിരിക്കും മനസ്സ് നിറയെ. ഇങ്ങനെയുള്ള നാമജപം കൊണ്ട് എന്താണൊരു പ്രയോജനം? നാമം ജപിക്കണം, ഈശ്വരനിൽ മനസ്സർപ്പിക്കണം, എങ്കിൽ സമാധാനവും ശാന്തിയും ലഭിക്കും എന്ന് കവി പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നാമജപങ്ങളല്ല ഉദ്ദേശ്യമെന്നത് വ്യക്തം. സത്യത്തിൽ നാം നാമജപം അനുഷ്ഠിക്കുന്നോ ഇല്ലയോ എന്നതല്ല കാര്യം. നമ്മളിലുള്ള അടങ്ങാത്ത ലൗകിക തൃഷ്ണ ശമിപ്പിക്കാൻ മനസ്സിനെ ദൃഢപ്പെടുത്താനുള്ള മാർഗം കണ്ടെത്തണം എന്നാണ് കവിയുടെ താല്പര്യം. അത് നാമജപത്തിലൂടെയുമാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സൽപ്രവൃത്തിയിലൂടെയോ ദൈവിക സമർപ്പണത്തിലൂടെയോ ആവാം. ഇവിടെ പ്രധാനം നല്ലത് പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ ആത്മാർത്ഥതയാണ്. ഈ വസ്തുതകൾ മനസ്സിലാക്കി ദിവസേന ഈശ്വരനാമജപത്തിനായി നാം സമയം കണ്ടെത്തണം. മരണസമയത്ത് എന്തോർമ്മിക്കുന്നുവോ അടുത്ത ജന്മത്തിൽ അതായിത്തീരുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. ജീവിതാന്ത്യത്തിലെങ്കിലും മനസ്സ് ശുദ്ധമായിരുന്നാൽ അതിൻ്റെ സൽഫലങ്ങൾ ഇനിയുള്ള എത്രയോ ജന്മങ്ങളിൽ അനുഭവിക്കാനാവും. സർവ്വസാധാരണമായ ജീവിതത്തിൽ പോലും നാം ഒരു നാടകമോ സിനിമയോ കണ്ടാലും അതിൻ്റെ അവസാനം നന്നെങ്കിൽ അത് നല്ലതെന്ന അഭിപ്രായം നമുക്കുണ്ടാകുന്നു. അതുപോലെ മനുഷ്യജീവിതം എത്രയോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതിനാൽ പലപ്പോഴും നമുക്ക് കാലിടറിപ്പോകാം. എന്നാൽ ലക്ഷ്യം നല്ലതെങ്കിൽ മാർഗം ന്യായീകരിക്കപ്പെടും എന്നതുപോലെ അവസാന കാലത്തെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് പൂന്താനത്തിൻ്റെ ഉദ്ബോധനം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. അർത്ഥം: കലഹിച്ചു, തമ്മിൽ വഴക്കിട്ട്. മതമത്സരം അഹങ്കാരം. ചഞ്ചലാക്ഷിമാർ സുന്ദരിമാർ, കുഞ്ചിരാമനായി കുരങ്ങന്മാരെ പോലെ. കോലകങ്ങൾ അന്തഃപുരങ്ങൾ. വ്യാഖ്യാനം: ചില വ്യക്തികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് ബഹളമുണ്ടാക്കി നാണം കെട്ട് നടക്കുന്നു. ചില വ്യക്തികൾ ബുദ്ധി തന്നെ ഇല്ലാതായി ബുദ്ധിശൂന്യരായി ജീവിക്കുന്നു. ചിലർ സുന്ദരികളായ, അതായത് ചഞ്ചലാക്ഷിമാരായ സ്ത്രീകളിൽ ആകൃഷ്ടരായി ആ സ്ത്രീകളുടെ ആജ്ഞാനുവർത്തികളായി നടന്ന് പരിഹാസ കഥാപാത്രങ്ങളായി മാറുന്നു. ചിലർ രാജാക്കന്മാരുടെ സേവകരായി കൊട്ടാരങ്ങളിൽ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നു. സാരാംശം:
പൂന്താനത്തിൻ്റെ കാലത്തേക്കാൾ ഇന്നത്തെ കാലത്ത് മേലുദ്ധരിച്ച വരികൾ എത്രയോ പ്രസക്തമാണ്. ലൗകിക സുഖം നൽകുന്ന ഉയർന്ന പദവികളിലും ഉദ്യോഗങ്ങളിലുമാണ് ഇന്നെല്ലാവരുടെയും കണ്ണ്. ഈ സ്ഥാനമാനങ്ങൾ എന്നത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടല്ലോ. രാഷ്ട്രീയം, കലാരംഗം, സാമൂഹ്യ പ്രവർത്തനം എന്നു തുടങ്ങി ആതുര സേവനത്തിലും ആഭ്യന്തര രംഗങ്ങളിലും വരെ പലതരത്തിലുള്ള അവാർഡുകളും ബഹുമതികളും ഇന്നുണ്ട്. പൂന്താനത്തിൻ്റെ കാലത്ത് ഇപ്പറഞ്ഞത് അത്ര സുലഭമല്ലായിരുന്നെങ്കിലും മനുഷ്യൻ്റെ പൊതുവിലുള്ള സ്വഭാവത്തെപ്പറ്റിയാണ് ഇവിടെ പ്രതിപാദ്യം. അത് പൂന്താനത്തിൻ്റെ കാലത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. അവസരങ്ങൾ കൂടിയതോടുകൂടി നാനാതരത്തിലുള്ള അവാർഡുകളും ആദരങ്ങളും നേടിയെടുക്കാൻ ഒരു ലജ്ജയുമില്ലാതെ മനുഷ്യർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ലൗകിക സുഖങ്ങൾ എനിക്ക് അനുഭവിക്കണം എന്നതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ മനുഷ്യൻ നാനാവിധത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വശംവദരായിത്തീരുന്നത്. ഭൗതിക ജീവിതത്തിൽ നാം ഉയർന്നു നിന്നാലേ മറ്റുള്ളവർ നമ്മെ പരിഗണിക്കൂ എന്നൊരു ഭീകരാവസ്ഥയും ഇക്കാലത്ത് കൊടികുത്തി വാഴുന്നു. ലഘുവായി പറഞ്ഞാൽ 4 പേർക്ക് മുന്നിൽ ആളാവാൻ വേണ്ടിയാണ് ഇന്ന് മനുഷ്യർ പലതും ആഗ്രഹിക്കുന്നത്. സ്ഥാനമാനങ്ങളും മതമത്സരാദികളും സുന്ദരിമാരുമെല്ലാം ആകർഷക വസ്തുക്കളായി തീരുന്നത് ദുർബല മനസ്സിൽ മാത്രമാണ്. അതിനായി ഏത് പൊങ്ങച്ചക്കാരുടെയും സേവ പിടിക്കാൻ ഇന്നാർക്കും ഒരു ലജ്ജയുമില്ല. ഇന്നത്തെ സാമൂഹിക അവസ്ഥ തന്നെ ധനത്തെയും സ്ഥാനമാനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് സാമാന്യ ജനം ഇവയ്ക്ക് പിന്നാലെ പരക്കം പായുന്നതെന്ന് വ്യക്തം. സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ജനങ്ങളുടെ നീക്കവും. അതിനാൽ ഭൂരിപക്ഷവും ഇക്കാലത്ത് ലൗകികമായ പ്രലോഭനങ്ങൾക്ക് പിന്നാലെ ആണ്. പഞ്ചേന്ദ്രിയ സംബന്ധമായ വികാരങ്ങൾ മറ്റേത് കാലത്തേക്കാൾ കരികാലത്ത് മനുഷ്യനെ ഉടനീളം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ചിലർ വലിയവരുമായി പരിചയമുണ്ടെന്ന നാട്യത്തിൽ വലിയ കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് ജോലി എന്ന അഹംഭാവത്തിൽ നിഗളിപ്പ് കാണിച്ച് നടക്കുന്നു. ഞാൻ എല്ലാവരിലും ഉയർന്നു നിൽക്കണം എന്നൊരു മനോഭാവം എല്ലാവർക്കുമുണ്ട്. എന്തിന് നാം അങ്ങനെ ചിന്തിക്കണം? അതിനു പകരം എല്ലാവരിലും ഒരാളായി നിറഞ്ഞ സ്നേഹ സൗഹാർദ്ദങ്ങളോടെ കഴിഞ്ഞാൽ ഈ ഭൂമി സ്വർഗ സദൃശ്യമായിത്തീരും. ഈ അഹംബോധം നശിക്കണമെങ്കിലും ഈശ്വര സേവയാണ് ഒരേയൊരു ആശ്രയം. ഞാനൊന്നുമല്ല, എല്ലാം ഭഗവാനാണ്, ഈ പ്രപഞ്ചം ഈശ്വരമയമാണെന്ന ബോധം ഉള്ളിൽ ഉറച്ചാൽ ഞാൻ നീ എന്ന വ്യത്യസ്തത ഇല്ലാതാവുകയും ആനന്ദം താനേ നമ്മെ തേടി എത്തുകയും ചെയ്യും. പരസ്പര മത്സരം എന്നത് ഇക്കാലത്ത് ഭൗതിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയിരിക്കുന്നു. ഭരണരംഗത്തുള്ളവർ പോലും ഈ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സരിച്ചാൽ മുന്നേറാനാവും എന്നൊരു മിഥ്യാധാരണ സംജാതമാകുന്നു. യഥാർത്ഥത്തിൽ സത്യമായ സുഖവും ആനന്ദവും ഒരിക്കലും വൈയക്തികമല്ല. അറിവുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുടെ സന്തോഷമാണ് ആത്മസാഫല്യം. ഈ അവസ്ഥ നമുക്ക് കൈവരിക്കാനായാൽ പിന്നെ ജീവിതത്തിൽ മത്സരിക്കാനുള്ള പ്രസക്തി എവിടെ? മത്സരിച്ച് നേടുന്നതെല്ലാം തന്നെ വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമായിരിക്കും. അതൊരു വ്യക്തിയുടെ മാത്രം നേട്ടമായതിനാൽ സാമൂഹിക പരിവർത്തനത്തിന് സഹായകമായി ഭവിക്കുന്നില്ല. ഒരുപക്ഷെ ഒരു വാദത്തിനായി ഈ മത്സരിച്ച് ജയിച്ച വ്യക്തി മറ്റുള്ളവർക്കൊരു മാതൃകയാവാം എന്ന് പറയാം. മത്സരം ആരോഗ്യകരമെങ്കിൽ ഈ പറഞ്ഞത് കുറേയൊക്കെ ശരിയെങ്കിലും ആത്മീയമായ ഉയർച്ചയുടെ വിശ്വൈക മാഹാത്മ്യം എത്രയോ ഉന്നതം തന്നെ. ഒന്നായ പരബ്രഹ്മത്തിലേക്ക് ശ്രദ്ധയുറപ്പിക്കാനാവാത്ത മനസ്സ് ലോകത്തെ വിഭിന്നമായി കാണുന്നു. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ അതിനൊരവസാനം ഉണ്ടാവുകയില്ല. പുറമേക്ക് സുന്ദരമായി കാണുന്നതെല്ലാം സുന്ദരമെന്നും വികൃതമായി തോന്നുന്നതെല്ലാം വികൃതമെന്നും തന്നെ ധരിക്കുന്നു. സത്യത്തിൽ സൗന്ദര്യവും വൈരൂപ്യവും ഓരോ വ്യക്തിയുടെയും മാനസിക നിലവാരത്തിനനുസരിച്ച് മാറുന്നു. ഇത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പുറമേക്ക് സൗന്ദര്യമുള്ളതായി തോന്നുന്ന ഒരു യുവതിയെ കണ്ട് അല്പജ്ഞൻ അപ്പോൾ തന്നെ മയങ്ങിപ്പോകുന്നു. സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിയുടെ പുറമേക്ക് വികൃതമായി തോന്നുന്ന രൂപം കണ്ടാൽ ഇങ്ങനെയുള്ളവർ ഉടൻ മുഖം തിരിച്ചു കളയും. എന്നാൽ ജ്ഞാനികളുടെ നില ഇതിൽ നിന്നും തീർത്തും വിഭിന്നമാണ്. പുറമേക്ക് സൗന്ദര്യമുള്ള ഒരു തരുണിയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ ജ്ഞാനി ഭ്രമിക്കുകയേയില്ല. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനിയുടെ ഉള്ളം സത്യത്തെ തേടുന്നു. ആ യുവതിയിൽ സത്യമായ ജ്ഞാനം ഉണ്ടെങ്കിൽ അറിവുള്ള വ്യക്തി അതിൽ ആകൃഷ്ടമാവുകയും ചെയ്യും.
ഒരു സുന്ദരിയിലായാലും സന്യാസിയിലായാലും ആന്തരിക സൗന്ദര്യം ദൈവിക സാന്നിധ്യം ഉണർത്തുന്നു. ഇത് തിരിച്ചറിയാനാവാത്തവർക്ക് മായാശക്തിയാൽ സുന്ദരമായി കാണുന്നത് എന്തും സുന്ദരം തന്നെ. അതിന് പിന്നാലെ പോയി ഇക്കൂട്ടർ അമൂല്യമായ സ്വന്തം ജീവിതം പാഴാക്കുന്നതോടൊപ്പം സ്വന്തം വ്യക്തിത്വത്തെ പോലും ആ ചഞ്ചലാക്ഷിമാർക്ക് മുന്നിൽ അടിയറ വെച്ച് വെറും വാരന്മാർക്ക് സമമായി ഭവിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അഭ്യസിപ്പിച്ചത് അതേപടി അനുസരിക്കുന്ന വാനരന് സ്വന്തമായൊരു വ്യക്തിത്വമില്ല. ഈ പരിതാപകരമായ ദുരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതിക്കാനുള്ള കാരണം സത്യജ്ഞാനത്തിൻ്റെ അഭാവവും കാഴ്ചയ്ക്ക് മനോഹരമായതിൽ ഉടൻ ഭ്രമിച്ചു പോകുന്ന ചഞ്ചല സ്വഭാവം കാരണമാണെന്നും തെളിച്ചു പറയുന്നു. അങ്ങനെയുള്ള മനഃചാഞ്ചല്യം അകറ്റാനുള്ള മരുന്നും ഈശ്വരധ്യാനം തന്നെ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അർത്ഥം: ശാന്തി ചെയ്ത് ശാന്തിപ്പണി പുലർത്തുവാനായിട്ട് വളർത്താനായി. വ്യാഖ്യാനം: ചില വിഭാഗക്കാർ ശാന്തി, അതായത് പൂജാപ്രവൃത്തികൾ ചെയ്ത് പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നു. ഭഗവാന് ചെയ്യുന്ന ശാന്തി ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയാണെങ്കിലും ജീവിക്കാനുള്ള ഒരു തൊഴിലായി കണ്ട് ചില ആൾക്കാർ പണം വാങ്ങുന്നു. പ്രസ്തുത പണം കൊണ്ട് കുടുംബം പോറ്റുന്നു. സാരാംശം: സമൂഹത്തിന് തിന്മ വിളയിക്കാത്ത ഏത് തൊഴിലും ഗൃഹസ്ഥാശ്രമിക്ക് ഭൂഷണം തന്നെയാണ്. ആ നിലയ്ക്ക് ശാന്തിപ്പണി ചെയ്യുന്നതിലും അപാകതയൊന്നുമില്ല. ഈശ്വര സേവനം തൊഴിലാക്കുന്നത് സംസാര ജീവിതത്തിൽ സ്വീകാര്യമെങ്കിലും ആത്മീയതയിൽ അത് എത്ര സഹതാപാർഹമായ അവസ്ഥയാണ്. ഈശ്വരനെ ആത്മാർത്ഥമായി ആശ്രയിച്ചാൽ നമുക്കെല്ലാം ലഭിക്കുമെന്നിരിക്കെ ഈശ്വര സേവനം ഉപജീവനമാക്കുന്നത് കഷ്ടാൽ കഷ്ടതരം തന്നെ. ഏതു കർമ്മം ചെയ്യുന്നതിലും തെറ്റില്ല. ആ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയും വേണം. എന്നാൽ പ്രതിഫലത്തിനായി ചെയ്യുന്ന കർമ്മം അകർമ്മമാണ്. പ്രത്യേകിച്ചും ഈശ്വര പൂജ എന്നത് ആ വിധത്തിൽ ചെയ്യാനേ പാടില്ല. അതിനാൽ പൂജാരിയുടെ പ്രതിഫലം വാങ്ങിയുള്ള ഈശ്വര പൂജ വ്യർത്ഥമെന്ന് പൂന്താനം ഇവിടെ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, എത്ര കിട്ടിയാലും മതിയാകാത്ത മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെയും അതിമോഹത്തെയുമാണ് കവി ഈ ശ്ലോകത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈശ്വര പൂജ പോലും ഇന്ന് ധനാർത്തി മൂലം പാപപങ്കിലമായിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഈശ്വര പൂജ ചെയ്യുന്നവരെയാണല്ലോ ശാന്തി എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ശ്രേയസ്സിനെയും പ്രസിദ്ധിയെയും ഐശ്വര്യത്തെയും ഉത്കൃഷ്ടമാക്കുന്നു. അവിടെ പൂജാതി കർമ്മങ്ങൾ പഠിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് സാധാരണ ആരാധന നടത്താറുള്ളത്. എന്നാൽ ഇക്കാലത്ത് ശാസ്ത്രം പഠിച്ച ഏതൊരു വർണ്ണത്തിലുള്ളവർക്കും പൂജ നടത്താമെന്ന വിധിയുണ്ട്. ജന്മദാ ജായതേ ശൂദ്ര കർമ്മണ ജാതേ ദ്വിജ വേദപാരായണേതി വിപ്ര ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന നിയമപ്രകാരം വേദം പഠിച്ചവരും പൂജാതി കർമ്മങ്ങൾ പഠിച്ചവരും ഏതു ജാതിക്കാരനായാലും അവർ ബ്രഹ്മത്തെ ഗ്രഹിച്ചവരെങ്കിൽ ബ്രാഹ്മണരെന്ന് സാരം. ശാന്തി പഴയ കാലത്ത് ഒരു ജോലിയായല്ല ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈശ്വരപ്രീതിക്കായുള്ള ഒരു കർമാനുഷ്ഠാനമായിരുന്നു. അതിൽ പ്രത്യേകിച്ചൊരു സ്ഥാപിത താല്പര്യം ഇല്ല തന്നെ. ഈശ്വര സംബന്ധമായ കാര്യങ്ങൾ ആരും പറഞ്ഞു ചെയ്യേണ്ടതുമല്ല. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന ഗീതാസാരത്തിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. പ്രതിഫലം മോഹിക്കാതെ കർമ്മം ചെയ്താൽ അത് ഏത് കർമ്മമായാലും അതിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കാനും ആ കർമ്മം ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും. അതിനാൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അതിൽ നിന്നും ലഭിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്നല്ലാതെ കർമ്മം ചെയ്താൽ ഫലം ലഭിക്കില്ല എന്നല്ല. ഇക്കാര്യമാണ് പൂന്താനവും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പ്രതിഫലം മോഹിച്ച് തൊഴിലേർപ്പെടുമ്പോൾ ആത്മസമർപ്പണം നഷ്ടമാകുന്നു. ആ നിലയ്ക്ക് ശാന്തിവേല ചെയ്യുന്ന ഒരു പൂജാരി ഒരു ദിവസം പല ക്ഷേത്രത്തിൽ ശാന്തിപ്പണിക്ക് പോകുന്നത് ധനമോഹം കൊണ്ട് മാത്രമാണെന്നും അതിൽ ആത്മസമർപ്പണത്തിനോ ഈശ്വര സാക്ഷാത്കാരത്തിനോ ഒരു സ്ഥാനവും ഇല്ലെന്നതും വ്യക്തമാകുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങളും ഈശ്വരനുമായി എന്തു ബന്ധം? പൂജാരി എന്ന പദത്തിന് പോലും ഇങ്ങനെയുള്ളവർ അർഹരല്ലെന്നത് പച്ച പരമാർത്ഥം മാത്രം. ഇന്നത്തെ പൂജാരിമാരുടെ അന്തസ്സ് കണക്കാക്കുന്നത് പോലും അവർ
ഏതു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരാണ് വലിയ പൂജാരിമാർ. അവർക്കാണ് വരുമാനവും കൂടുതൽ ലഭിക്കുക. സത്യത്തിൽ ദൈവങ്ങൾക്കിടയിൽ വലിപ്പച്ചെറുപ്പമുണ്ടോ? ഏത് ക്ഷേത്രത്തിൽ പൂജിച്ചാലും ആത്മസമർപ്പണമാണ് പ്രധാനം. പ്രശസ്തിക്കും വരുമാനത്തിനും ഈശ്വര സേവനവുമായി ഒരു ബന്ധവുമില്ല, ഉണ്ടാവാനും പാടില്ല. വസ്തുത ഇതായിരിക്കെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവർ ആത്മീയമായി ഉയർന്നവരായി കണക്കാക്കപ്പെടുന്നതെങ്ങനെ? ഈ ദയനീയ അവസ്ഥയാണ് ആധ്യാത്മിക രംഗത്ത് ഇന്ന് നിലനിൽക്കുന്നതെന്നതിനാൽ പൂന്താനത്തിൻ്റെ കാലത്തേക്കാൾ ആത്മീയത വെറും കച്ചവടമായി അധപ്പതിച്ചിരിക്കുന്ന ഇക്കാലത്താണ് മേലുദ്ധരിച്ച ജ്ഞാനപ്പാന ഈരടിക്ക് കൂടുതൽ സാങ്കത്യമെന്ന് അറിയാനാവും. സ്വയം പ്രമുഖരെന്ന് ഭാവിക്കുന്ന പല ആത്മീയ ആചാര്യന്മാരും ഇന്ന് നമുക്കിടയിലുണ്ട്. ജനോപകാരപ്രദമായ പല സേവനങ്ങളും അവർ ചെയ്യുന്നതെന്ന് പരസ്യപ്പെടുത്തുന്നു. നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു പരസ്യത്തിൻ്റെയും പിൻബലം വേണ്ടല്ലോ എന്നത് തന്നെയല്ല, പരസ്യപ്പെടുത്തി ചെയ്യുന്നതെല്ലാം തന്നെ സങ്കുചിത താൽപ്പര്യത്താൽ പങ്കിലമായിരിക്കും. യഥാർത്ഥ ഭക്തയ്ക്ക് ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമേയില്ല. സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയും ഇതുതന്നെ. സ്വപ്രയത്നത്തിലൂടെ മുന്നേറാം എന്ന ഉറച്ച ആത്മവിശ്വാസമുള്ളവർക്ക് സംഘം എന്നത് അനാവശ്യമെന്നതുപോലെ ഈശ്വരൻ നാം ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നതിനാൽ ആത്മാർത്ഥമായ കർമ്മം കൊണ്ടല്ലാതെ, അതായത് ധാർമ്മിക പ്രവൃത്തികളിലൂടെ അല്ലാതെ ആർക്കും മോക്ഷമാർഗം സ്വായത്തമാവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ശാന്തിപ്പണിയോ മറ്റേതെങ്കിലും ജോലിയോ ആവട്ടെ, അതിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുന്നത് സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമാണെന്ന് പറയുന്നു. ഇക്കാലത്ത് ധാരാളം മനുഷ്യ ദൈവങ്ങൾ നമുക്കിടയിലുണ്ട്. അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളായാണ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പേരും പറഞ്ഞ് നാനാവിധങ്ങളിലുള്ള ധനസമ്പാദനമാണ് ഇക്കൂട്ടരുടെ ഗൂഢലക്ഷ്യം. അങ്ങനെ അപരരെ കബളിപ്പിച്ച് നേടുന്ന ധനത്തിൻ്റെ വളരെ ചെറിയൊരംശം അവരുടെ വീണ്ടുമുള്ള മുന്നേറ്റത്തിന് പ്രയോജനപ്പെടുത്താനായി തന്നെ വെറും തരം താഴ്ന്ന പരസ്യമെന്ന നിലയിൽ പാവങ്ങളെ സഹായിക്കുന്നതായി വിളംബരപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ ഈശ്വരനെയും ആത്മീയതയെയും വെച്ച് വ്യാപാരം നടത്തുന്നു. നിരന്തരമായുള്ള പരസ്യത്തിൽ ആകൃഷ്ടരാകുന്ന ജനത്തിന് ഇവരിൽ എന്തൊക്കെയോ ദൈവീകത ഉണ്ടെന്ന ധാരണ രൂഢമൂലമാകുന്നു. പൂന്താനം പറഞ്ഞ ശാന്തിപ്പണിയിലൂടെയുള്ള ഉപജീവനത്തിൻ്റെ ഇന്നത്തെ മുഖമാണിത്. അതിനാൽ മേൽപ്പറഞ്ഞ ആത്മീയ വ്യാപാരികൾ തീർത്തും നാസ്തികരായവരേക്കാൾ എത്രയോ അധർമാവസ്ഥയിലിരിക്കുന്നവരാണെന്നും അവർക്കും ഈശ്വരനും തമ്മിൽ പുലബന്ധം പോലും ഇല്ലെന്നും സ്ഥാപിക്കാനാണ് ക്രാന്തദർശിയായ പൂന്താനം അന്നേ ഈ വരികൾ കുറിച്ചിട്ടത്. ഏതൊരു വ്യക്തിക്കും ഈശ്വരനോടടുക്കാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഇല്ല തന്നെ. മനസ്സിൽ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രകാശമാനമായി കുടിയിരിക്കുന്നു എന്നർത്ഥം. നമ്മെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഭൂമിയിൽ ജീവിക്കാനുള്ള തൊഴിൽ നൽകുന്നതും ഈശ്വരൻ തന്നെ. ഏത് ജോലി ആർക്ക് നൽകണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. കിട്ടിയ സന്ദർഭം യഥാവിധം പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നതാണ് മാനവധർമ്മം. അതിൽ വീഴ്ച വരുത്തുമ്പോൾ ഇഹത്തിലും പരത്തിലും നരകവാസം ഉറപ്പാകുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് ദിവസം കഴിഞ്ഞ് വായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.